അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 ഇപ്പോൾ തിയേറ്ററിൽ വൻ വിജയം നേടി പ്രദർശനം തുടരുകയാണ്. 500 കോടിയിലധികമാണ് ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. എന്നാൽ പുഷ്പ 2 ഇപ്പോൾ ഇന്റർസ്റ്റെല്ലാർ റീ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ചിത്രം ഐമാക്സ് സ്ക്രീനുകളിൽ പ്രദർശനം നടത്തുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഇന്റർസ്റ്റെല്ലാർ റീ റിലീസ് നടത്താൻ സാധിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ആരാധകർ നടത്തുന്നത്. ഹോളിവുഡ് പ്രശസ്ത സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇന്റർസ്റ്റെല്ലാർ. ചിത്രത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഡിസംബർ 6-ന് ചിത്രം റീ റിലീസ് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ മാത്രം ചിത്രത്തിന് പ്രദർശനം നടത്താൻ തിയേറ്റർ ലഭിച്ചില്ല. ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് തിയേറ്ററിലും പുഷ്പ 2 പ്രദർശിപ്പിക്കുന്നതായിരുന്നു ഇതിന് കാരണം. ഇത് ഇന്റർസ്റ്റെല്ലാർ ചിത്രത്തിന്റെ ആരാധകരെ വളരെ നിരാശയിലാഴ്ത്തുകയും പുഷ്പ 2വിന്റെ പ്രദർശനത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബോളിവുഡ് താരം ജാൻവി കപൂർ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. പുഷ്പ 2 ഒരു സിനിമയാണെന്നും വിദേശ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അധികം നമ്മുടെ നാട്ടിലെ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നും ജാൻവി കപൂർ അഭിപ്രായപ്പെട്ടു. ഒപ്പം നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്തു വരുന്നവയെ നശിപ്പിക്കുന്നതിലും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം അഭിനിവേശം കാണിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാൻവി കപൂർ പ്രതികരിച്ചു. എന്നാൽ ഈ പ്രതികരണത്തിന് ഇപ്പോൾ താരം ട്രോളുകൾ നേരിടുകയാണ്. ജാൻവിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. പുഷ്പ 2 പോലെ ഒരു സിനിമയാണോ ഇന്ത്യ അഭിമാനിക്കേണ്ടത് എന്നാണ് ചില കമന്റ്. നല്ല സിനിമകളും പരാജയ സിനിമകളും തമ്മിലുള്ള വ്യത്യാസം താരത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നായിരുന്നു ഒരാളുടെ കമന്റ്. അതേസമയം ചിത്രം ജനുവരിയിൽ റീ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ഇന്റർസ്റ്റെല്ലാർ ഇടയിൽ റീ റിലീസ് ചെയ്യാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു. ഐമാക്സ് 70mm ഡിജിറ്റൽ ഫോർമാറ്റുകളിൽ ഒരാഴ്ചയോളമാണ് ഇന്റർസ്റ്റെല്ലാർ പ്രദർശിപ്പിക്കുന്നത്. $165 മില്യൺ ഒരുങ്ങിയ ചിത്രം ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ 730 മില്യണാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്.